കളകളം ഒഴുകുന്ന പുഴകൾ, കിളികൾ വിളിക്കുന്ന കിളികൾ, അടിപൊളി കാട്, സൂപ്പർ സ്ഥലം. മിസ്റ്റർ വിനോദ് കുമാർ, സാർ. നമ്മളിവിടെ പുലികളുടെ സെൻസസ് എടുക്കാനാണ് വന്നത്. ഓക്കെ സാർ. അല്ലാതെ പിക്നിക്കിനല്ല. ഓക്കെ സാർ. നോക്കൂ, പുലികളുടെ കാൽപ്പാടുകൾ കാണാം സാർ. സാർ എഴുതിക്കോ, ഞാൻ പരിശോധിക്കാം. നോക്കൂ, ആ പെണ്ണ് കൊടുത്ത്. മേഡം, ഓ, ഒരു പുലിയിലെ കാൽപ്പാട്. പുലി 1, ഓക്കെ. ഒരു ചെറിയ പുലി. പുലി 2, ഓക്കെ. ഒരു വലിയ പുലി. ഒരു ചെറിയ പുലി. പുലി 2, പുലി 3, പുലി 4, ചെറിയ പുലി 2, വലിയ പുലി 3. താനെന്താ പുലിക്ക് ലേലം വിളിക്കുന്നു? പുലിയുടെ സെൻസസ് എടുക്കണോ? സോറി മേഡം, ആവേശം കൊണ്ട് വന്നു പോയതാണ്. മേഡം, വേണ്ടേ ഒരുപാട് പാടുകൾ. അയ്യോ, ഒരുപാട് പാടുകൾ. അയ്യോ, എനിക്ക് തോന്നണേ ഇന്നലെ ഇവിടെ പുലിയിലെ കല്യാണമാണെന്ന് തോന്നുന്നു. ജസ്റ്റ് മിസ്. എന്തോന്നു? ഇന്നലെ വന്നിട്ടുണ്ടെങ്കിലേ കൂട്ടത്തോടെ അങ്ങ് കണക്കെടുക്കായിരുന്നു. ഇന്നലെ വന്നിരുന്നെങ്കിലേ ഈ പുലിയിലെ കല്യാണത്തിന് നമ്മൾ രണ്ടുപേരും ബൊഫയിലിരുന്നു. പറയല്ലേ, നമുക്ക് അങ്ങനെയെങ്കിലും അളവെടുക്കാം. ഒരു കാര്യം ചെയ്യും, ഞാൻ ഇതിന്റെ പെണ്ണ ഇതാ. നീ ഒരു കാര്യം ചെയ്യും, ആ ഉൾക്കാട്ടിലോട്ട് പൊക്ക 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 പൊക്ക. പുലിണ്ടോ നോക്ക് പോ. മേലുദ്യോഗസ്ഥയൊക്കെ ശരി തന്നെ. ഞാൻ ഒറ്റയ്ക്ക് ഇപ്പൊ ഉൾക്കാട്ടിൽ പോകുമ്പോൾ അങ്ങനെ ഇവരല്ല ആര് പറഞ്ഞാലും ഞാൻ കാട്ടിൽ പോവൂല, ഒറ്റയ്ക്ക് പോവൂല, 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 പോവൂല. ഞാൻ പറഞ്ഞാലും പോവൂലേ? നീ പറഞ്ഞാലും പോവൂല. അതെ മേഡം, ഇപ്പൊ ഇവിടെ ഒരാൾ വന്നിട്ട് പോയായിരുന്ന? ഇവിടെ ഞാനല്ലേ ഉള്ളൂ. എനിക്ക് തോന്നിയതായിരിക്കും. പിന്നെ ഒരു സംശയം ചോദിച്ചോട്ടാ. നമ്മുടെ ഓഫീസിൽ ഒരുപാട് അസിസ്റ്റന്റുമാരുണ്ടായിരുന്നല്ലോ മേഡത്തിന്. എന്നാലും മേഡം എന്തുകൊണ്ടാണ് ഈ പുലിയുടെ സർവേ എടുക്കാൻ വന്നപ്പോ എന്നെ തന്നെ വിളിച്ചത്? വിനോദ് കുമാർ, യെസ്, അവരൊക്കെ സർക്കാരിന് ആവശ്യമുണ്ട്. ഓക്കെ. എന്ന് വെച്ചാ എന്നെ പുലിക്ക് ആവശ്യമുണ്ട്. ആ പരിപാടി നടക്കൂല മേഡം. ഞാൻ ഒരു ഐഡിയ പറയാം. വരൂ മേഡം, ഇങ്ങോട്ട് വാ. ആരും പറയടേ. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ കാട്ടിൽ 140 പുലി ഉണ്ടെന്നൊരു കണക്കെഴുതി സർക്കാരിനെ കൊടുത്താലാ? നമ്മൾ എണ്ണിയില്ലല്ലോ. ഇതൊക്കെ ആര് വന്ന് എണ്ണി നോക്കാൻ പോണ്? ഉയിര് പേടിയുള്ള ആരെങ്കിലും ഈ കാട്ടിൽ വന്ന് എത്ര പുലി ഉണ്ടെന്ന് എണ്ണി നോക്കോ? നമ്മൾ കൊടുക്കുന്നത് തന്നെ കണക്ക്. കള്ളക്കണക്ക് ഞാൻ കൊടുക്കണം. നീ പോയി എണ്ണിയേ. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എതിർത്താലും ഞാൻ പുലിയുടെ സെൻസസ് കൊടുത്തിരിക്കാം. ഞാൻ എതിർത്താലോ? നീ എതിർത്താലും. മിസ്റ്റർ വിനോദ് കുമാർ, ഒരാൾ വന്നോ? നേരത്തിന് തോന്നിയ ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ കാട്ടിൽ പുലികളെക്കാൾ കൂടുതലും ആത്മാക്കളുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഈ കാട്ടിൽ നിന്ന് പോവാം. വിനോദ് കുമാർ, നമുക്ക് ആത്മാക്കളുടെ കണക്ക് പിന്നെ എടുക്കാം. ഇപ്പൊ വന്ന പുലിയുടെ കണക്കെടുത്തേ. വിനോദ് കുമാർ, പുലിയുടെ ശബ്ദം. അവിടെ ഒരുപാട് പുലിയുടെ ശബ്ദം. ശരിയാണ് മേഡം. അയ്യോ, പുലികളുടെ ശബ്ദം. ഞാനിന്ന് പുലിയുടെ കാലോടെ കണക്കെണ്ണി എണ്ണി എണ്ണി ചാവും. അയ്യോ പൊന്നു മേഡം, അവിടെ പുലിയിലെ ആടിസേല് കച്ചവടം അല്ല നടക്കുന്നത്, പുലിയുടെ ബഹളമാണ്. എന്നെ പഠിപ്പിക്കേണ്ട എനിക്കറിയാം. ഞാനാണ് മേലുദ്യോഗസ്ഥൻ, എന്റെ കീഴ് ഉദ്യോഗസ്ഥനാണ്. കേട്ടല്ലോ? നടക്കൂ. ഓക്കെ മേഡം, പോയി നോക്കാം അല്ലേ? നോക്കാം. മേഡം, മേഡം അല്ലേ മേലുദ്യോഗസ്ഥ? യെസ്. അപ്പൊ മേഡം അല്ലേ മുന്നേ നടക്കേണ്ടത്? ഞാനാണല്ലോ മുന്നിലുള്ളത്. ആണോ? നടക്കങ്ങോട്ട്. സോറി, മൈ മിസ്റ്റേക്ക്. ഓക്കെ. അല്ലല്ലേ, എന്നാലും സംശയം. മേഡം, മൂവ്. മൂവാ? യെസ്, മൂവ്. അപ്പൊ കറക്റ്റ്. മൂവ്. ഓക്കെ മേഡം, സൂക്ഷിച്ചു വായേ. ഇത് എന്നാ പുലികള്? ഇപ്പൊ കൊന്നന നമ്മളെ. അയ്യോ, 1 2 3 4 5 6. മേഡം, 6 കാല്. 6 കാലോ? 1 2 3 4 5 6. സത്യം പറടോ, ഡ്യൂട്ടി സമയത്ത് താൻ വെള്ളം അടിച്ച് 4 കാലല്ലേ എനിക്ക് തോന്നുന്നത്? അയ്യോ, വെള്ളം അടിച്ചിട്ടില്ല, 4 കാലിലല്ല വന്നത്. 1, ഇത് 2 എന്റെ കാല്. ഇത് 2 എന്റെ കാല്. അപ്പൊ ഇതാരാ കാല്? ഹായ്, ചിരിക്കണം മരം. കുറെ നേരം കൊണ്ട് ഞാൻ സഹിക്കണം. എന്നെ കണ്ട, എന്റെ മുഖം കണ്ട,
നീ കണ്ട എന്റെ മുഖം പിന്നെ പോട്ടെ. 2 പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് പട്ടിയെ പോലെ വന്ന് കറങ്ങിയിട്ട് പോയില്ലേ എന്നെ കണ്ടില്ല കറക്റ്റ് എൻട്രി ഇതായിരുന്നു ഇപ്പൊ ഞാൻ വന്നാ പോരായിരുന്നാ മതിയായിരുന്നു. ഒരു സെക്കൻഡ് ആ. ഓ ആ. എന്തിനാ വന്നേ ഇവിടെ ഇങ്ങോട്ട് നോക്കണ ഓ. എന്തിനാ വന്നത് ലൈസൻസ് എടുക്കാൻ ലൈസൻസ് എടുക്കാൻ കാട്ടിലാരും ഡ്രൈവിംഗ് സ്കൂൾ കൊണ്ടുവച്ചിക്കണം ആര് സത്യം പറ ആര് ഞാൻ ഫോറൻസിക് ഓഫീസർ അല്ല ഫോറസ്റ്റ് ഓഫീസർ ആ, ഇതിന്റെ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് അതെന്താ സാറേ ഞാൻ വെടിവെച്ച ഉണ്ടയില്ലേ ആ. അത് ഞാൻ തന്നെ കേച്ചെടുത്തു ഒറ്റ ഉണ്ടേ ഉള്ളൂ എനിക്ക് ഭയങ്കര സാമ്പത്തിക മാന്ദ്യമാണ് അതുകൊണ്ട് ഞാൻ വെടിവെച്ച അപ്പൊ തന്നെ ഉണ്ട ഞാൻ പിടിച്ചെടുക്കണം എങ്ങനെയുണ്ട് മക്കളെ കൊള്ളാമോ? അടിപൊളിയായി പിന്നെ എന്തിനാണ് ഇവിടെ വന്നത് എന്തിനാണ് ഇവിടെ വന്നെന്ന് പറഞ്ഞേ പുലിയിലെ എണ്ണ എടുക്കാൻ പുലിയുടെ എണ്ണം എന്തെടുക്കാൻ പുലിയുടെ എണ്ണ എടുക്കാൻ മണ്ടന്മാര് പുലിക്ക് എണ്ണ ഇല്ല മയിലിനാണ് എണ്ണ എണ്ണ മനസ്സിലായ പിന്നെ ആനയ്ക്ക് ആനക്കൊമ്പ് പിന്നെ പുലിക്ക് പുലി നഖം കരടിക്ക് കരടി നെയ് തലേ തെച്ചുണ്ടാവും ഒരുപാട് മുടി ഓടിക്കും എന്തോന്ന് പറയുന്നത് എടാ നീ പറഞ്ഞ പുലിയിൽ എണ്ണ എടുക്കാൻ വന്നല്ലേ അതല്ല പുലിക്ക് കൗണ്ട് എടുക്കാൻ വന്നതാണെന്ന് മനുഷ്യന് പറയാം ഇവിടെ കൗണ്ടറല്ല അപ്പോഴാണ് പുലിക്ക് കൗണ്ടർ കൊടുക്കാൻ വന്നിരിക്കുന്നത് കാട്ടില് അതല്ല 1 2 3 4 അങ്ങനെ എണ്ണ എടുക്കാൻ വന്ന പുലിയുടെ ഓഹോ ആ. എണ്ണ കൊടുക്കാൻ ഈ കാട്ടിനകത്തോട്ട് നീയൊക്കെ ഇങ്ങനെ ഈ കാട്ടിനകത്ത് കയറി പുലിയിലെ എണ്ണ എടുക്കണോണ്ടാണ് പുലി എണ്ണ എടുക്കാൻ വേണ്ടി ചില സമയത്ത് നാട്ടിലോട്ട് ഇറങ്ങി പറഞ്ഞത് നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടാ ഹലോ ഇതൊക്കെ പറയാൻ താങ്കൾ ആരാണ് ഞാൻ ആ. വീരപ്പൻ വീരപ്പൻ മരിച്ചില്ലേ മരിച്ചാ എന്നാ വീരപ്പന്റെ തായ് വഴിയിലുള്ള ഒരാള് തായ് വഴിയാ ആ തായ് വഴി എന്ന് പറഞ്ഞാൽ വീരപ്പന്റെ വീട് അങ്ങ് കയറ്റത്താണ് അതിന്റെ താഴത്തെ വഴിയിലുള്ള ഒരാള് അപ്പൊ നിങ്ങളെ കൊള്ളക്കാരെ അതെ ഞാൻ കാട്ടുകൊള്ളക്കാരൻ എന്റെ അപ്പൂപ്പനും അച്ഛനും എല്ലാരും കാട്ടുകൊള്ളക്കാരാണ് എന്റെ അപ്പൂപ്പൻ ഒരു സിംഹവേട്ടക്കാരനായിരുന്നു ആണാ? എന്റെ അപ്പൂപ്പന്റെ കഥ കേട്ടിട്ടുണ്ടാ മക്കളെ സിംഹത്തിന്റെ കഥ കേൾക്കണോ എന്റെ അപ്പൂപ്പൻ ഒരു സിംഹവേട്ടക്കാരനായിരുന്നു പണ്ട് എന്റെ ഒരു അപ്പൂപ്പൻ സിംഹവേട്ടയ്ക്ക് വേണ്ടി കാട്ടിപ്പോയി അപ്പൂപ്പൻ്റെ ഒരു ഹോബിയുണ്ട് സിംഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ മരത്തിന്റെ മുകളിൽ കയറി ഇരുന്ന് വെടിവെക്കും നോക്കിയപ്പോ മരം ഒന്നുമില്ല ഒരു ജിറാഫ് നിൽക്കുന്നു അപ്പൂപ്പൻ നേരെ ജിറാഫിന്റെ തലയുടെ മുകളിൽ കയറി ഇരുന്ന് സിംഹത്തിനെ സൂം ചെയ്തു പക്ഷേ ജിറാഫ് എന്ത് ചെയ്തു കാട്ടിലെ രാജാവല്ലേ സിംഹം ജിറാഫ് നേരെ തലവണങ്ങി രാജാവിന് ജിറാഫിന്റെ തലയിലിരുന്ന് അപ്പൂപ്പൻ നേരെ മക്കളെ പാർക്കിൽ നിന്ന് ഇങ്ങനെ സ്ലിപ്പായി പോകൂലേ അതുപോലെ സ്ലിപ്പായി നേരെ സിംഹത്തിന്റെ വായ്ക്കകത്ത് നിന്ന് വിടുന്നു പിന്നെ ഒന്നും പറയണ്ട കോൺക്രീറ്റ് കുഴക്കണ മിഷയില്ലേ അതിനകത്ത് അടിക്കും പോലെ സിംഹം അങ്ങ് അടിച്ചു അപ്പൊ തന്നെ സിമെന്റ് ആക്കി സൈഡിലേക്ക് വെച്ചു കേട്ടിട്ട് എന്നെ പേടിയാണ് കേട്ടിട്ട് പേടിയാവുന്നു കാലിലെ കിടില കോമഡിയായിരുന്നു മാഡം ഞാൻ അപ്പോഴേ പറഞ്ഞു ഈ കാട്ടിൽ പുലിയല്ല സിംഹമൊക്കെ ഉണ്ടെന്ന് നമുക്ക് തിരിച്ചു പോണതാണ് നല്ലത് ഇതുപോലുള്ള പേടിത്തൊണ്ടരെ കൊണ്ടാണ് നിങ്ങൾ ഈ പുലിയിൽ എണ്ണ എടുക്കാൻ വന്നത് ഹലോ അങ്ങനെ പറയുന്ന വേണ്ട എന്റെ അപ്പൂപ്പനെ ഫോറസ്റ്റിലെ മെയിൻ ഉദ്യോഗസ്ഥനായിരുന്നു പിന്നെ അപ്പൊ എനിക്കറിയായിരിക്കുമല്ല അപ്പൂപ്പ ഈ ഫോറസ്റ്റ് കയറിയപ്പോ ആരോ പറഞ്ഞു കൊടുത്ത് പുലിയിലെ എണ്ണ കൊടുത്താ പ്രൊമോഷൻ കിട്ടുമെന്ന് അത് നല്ല കാര്യം അപ്പോഴെന്നെ അപ്പൂപ്പ ഒരു ഫയൽ കൊടുത്തോണ്ട് നേരെ കാട്ടിപ്പോയി എന്നിട്ട് പുലിമടയിലെ ഫ്രണ്ടിൽ ചെന്നിട്ട് ഉറങ്ങി കിടന്ന പുലിയിലെ തുടയിൽ 2 അടി അടിച്ചു എന്നിട്ട് ചോദിച്ചു മച്ചം ബി ഇവിടെ എത്ര അംഗമുണ്ട് എന്നിട്ട് എന്താവാ എന്റെ വീട്ടിൽ ഒരു അംഗം കുറഞ്ഞു പുലിയിലെ തുടക്കടിച്ച പിന്നെ അങ്ങനെ എന്താ ബന്ധുക്കൾ മിസ്റ്റർ വിനോദ് കുമാർ യെസ് മാഡം എനിക്ക് എന്റെ ജോലി സ്ഥാനക്കയറ്റം കിട്ടാൻ പോകുന്നു ഇതാ കണ്ടോ എന്തോന്ന് ഈ കാട്ടിൽ 2 വിരലുകൾ വെച്ച് പോകുന്ന ഒരു ജീവിയെ ഞാൻ കണ്ടു അപ്പം മാഡത്തിന് പ്രൊമോഷൻ ഉറപ്പ് സമാധാനമായി ആദ്യമായിട്ട് ഞാൻ കാരണം ഒരു ഉദ്യോഗസ്ഥക്ക് പ്രൊമോഷൻ കിട്ടാൻ പോകുന്നു നിങ്ങൾ കാരണോ അതെങ്ങനെ അറിഞ്ഞൂടെ ഞാനേ ഈ രാത്രി ആവുമ്പോ ഉറങ്ങണ എങ്ങനെയെന്നറിയാം ഈ കാണുന്ന വലിയ മരം കണ്ട ആ മരത്തിന്റെ മുകളിലിരുന്നാണ് ഉറങ്ങണത് ഈ ജീവികളൊക്കെ എണീക്കുന്നതിന് മുമ്പേ ഇവിടുത്തെ മൃഗങ്ങൾ എണീക്കുന്നതിന് മുമ്പേ ഞാൻ എണീക്കും എന്നിട്ട് എന്റെ പ്രാഥമിക കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ആ പുഴയുടെ സൈഡിൽ പോവും അപ്പൊ ഞാൻ ഈ അനക്കം സൗണ്ട് കേൾക്കാതെ 2 വിരലിലാണ് ഇങ്ങനെയാണ് പോണത് അങ്ങനെ പോണോണ്ടാണ് ഈ 2 വിരൽ ഇവിടെ പതിഞ്ഞത് അല്ല ഞാൻ സംശയം ചോദിച്ചോട്ടെ ഈ മൃഗങ്ങൾ ഉണർന്നായിപ്പോ എന്തിനാണ് കുഴപ്പം ഉണർന്നുള്ള കുഴപ്പം എന്തെന്നറിയാമോ ഈ പുഴയുടെ കരയിലെ പ്രാഥമിക കർമ്മത്തിന് സ്ഥലം കിട്ടൂല
ആനേരെയൊക്കെ ഇത്ര വന്നിങ്ങനെ ഇങ്ങനെ ഇറുകൂടാ എല്ലാം കൂടെ. പിന്നെ എനിക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടാ പോരാടിയിട്ട് മൃഗങ്ങൾ ഉടന്നു കഴിഞ്ഞാൽ എന്നെ എല്ലാം കൂടെ ഒന്ന് കടിക്കൂലി. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നിങ്ങൾക്ക് കാടിനെ കുറിച്ച് കാടുണരുന്നതും എനിക്കറിയാൻ പറ്റും. അതെങ്ങനെ? കാടുറങ്ങുമ്പോ ചീവീട് കരയും. അപ്പൊ കാട് ഉണർന്നാലാ? ഞാൻ കരയും. ഇവിടെ ഞാൻ ഒറ്റയ്ക്കല്ലേ, എനിക്ക് ഭയങ്കര പേടിയാണ് മക്കളാ ഈ മൃഗങ്ങളൊക്കെ. ഞാൻ പറഞ്ഞില്ലേ ഇത് മൊത്തം പ്രശ്നമാണ്. മേഡം ഇതിനൊരു തീരുമാനം പറ. വൃശ്ചികത്തിലാണ് മേഡത്തിലെ കാര്യം വന്ന് ചോദിക്കണത്. അതല്ല, നമ്മൾ ഈ ഉയർന്ന ഉദ്യോഗസ്ഥയില്ലേ അവരെയൊക്കെ മേഡം എന്നാണ് വിളിക്കുന്നത്. അപ്പൊ താഴ്ന്ന ഉദ്യോഗസ്ഥരെ ഇടമോന്നായിരിക്കും വിളിക്കണത്. അണ്ണനെ ഈ ശരത്തും ഷൈനെന്ന് പറഞ്ഞ രണ്ട് കൂട്ടുകാരുണ്ടോ? നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. അത് അവന്മാരാണ് ഇമ്മാര് കോമഡി. ഓ അവന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവരെ പറഞ്ഞു വിട്ടു. തന്നെ ഇല്ലേ മേഡം? ഇവിടെ ഒരുപാട് പുലികളുണ്ട്. നമ്മൾ ഇവിടുന്ന് പോണതാണ് നമ്മളെ ജീവന് നല്ലത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഒരുപാട് പുലികളുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു പുലി ഇപ്പോ മേഡത്തിന്റെ ഫ്രണ്ടിലോട്ട് ചാടിയാൽ എന്താവും? ഞാൻ പുലിയുടെ ബാക്കിലാകും. ഒരിടത്ത് എന്റെ മേഡം പിറകിലാവാൻ ഞാൻ സമ്മതിക്കില്ലേ. ഞാൻ അപ്പൊ തന്നെ മേഡത്തിനെ പൊക്കിയെടുത്ത് പുലിയുടെ മുമ്പേ ഇടും. അപ്പൊ അത് കൊള്ളാം. അപ്പൊ നമുക്ക് എന്തായാലും അരമണിക്കൂർ സമയം കിട്ടും ഓടി രക്ഷപ്പെടാൻ. ആണല്ലേ? പക്ഷേ നീ ചാടിക്കഴിഞ്ഞാൽ 1 മണിക്കൂർ കിട്ടും. അതെന്ത്? ഒരുപാട് ഇറച്ചുകൊണ്ടാ പേടിപ്പിക്കാതെ മേഡം. ഞാൻ പറയുന്നത് നമുക്ക് ഇനി ഇത് കേട്ടോണ്ട് നിൽക്കാൻ സമയമില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഉൾക്കാട്ടി കയറി പുലിയുടെ സെൻസസ് എടുക്കുന്നു പോകുന്നു. എടാ നിർത്ത്. നീയൊക്കെ ഈ പുലിയുടെ സെൻസസ് എടുക്കാൻ ഉൾക്കാട്ടി കയറണമെന്നില്ല. പിന്നെ ഈ ഞാൻ മതി. അതങ്ങനെ എന്റെ മുതുകിൽ നോക്കിക്കഴിഞ്ഞാല് ഇവിടെയുള്ള സകലമായ പുലികളും എന്റെ മുതുകിൽ മാന്തിയ പാടുണ്ട്. ഇതിന് നോക്കി എണ്ണ എറാ. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ മേഡം ഫയൽ എടുത്തോ. ഞാൻ എണ്ണ മേഡം എഴുതുന്നു. എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ സാധാരണ സ്കൂളിലൊക്കെ അല്ലേ പോയി വരുന്നത്, പക്ഷേ കാട്ടിൽ പോയി വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. PTA പ്രസിഡന്റ് സാറ് ഭയങ്കര ചിരിയായിരുന്നല്ലോ. കാടുമായിട്ട് സ്കിറ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് ചിരിച്ചതാ. ആണ് അല്ല, കാടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധമൊന്നുമില്ല. അടിപൊളി സെറ്റൊക്കെ അടിപൊളിയായിരുന്നു. ആയിരുന്നു. ഓക്കെ, ടീച്ചേഴ്സിനോട് കൂടെ ഞാൻ ചോദിക്കണേ. ടീച്ചേഴ്സ് പുതിയൊരു സബ്ജക്ട് കാട്, സ്കിറ്റ്, കോമഡി, എന്താണ് പറയാനുള്ളത് ടീച്ചറിന്? നല്ല അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. പേരെന്താ ടീച്ചറിന്റെ? എന്റെ പേര് സാനിയ. ഓക്കെ, ഏത് സബ്ജക്റ്റാ എടുക്കുന്നത്? ഞാൻ LP ആയതുകൊണ്ട് എല്ലാ സബ്ജക്റ്റും എല്ലാ സബ്ജക്റ്റും എടുക്കും. ഈ കുഞ്ഞു മക്കളെ പഠിപ്പിക്കുന്ന കുറച്ച് ഡിഫിക്കൽട്ട് ആണോ ശരിക്കും? ഡിഫിക്കൽട്ടാ, പക്ഷെ നല്ല എക്സ്പീരിയൻസ്, നല്ല രസമാണെന്ന്. ഒരു ദിവസം ചെന്ന് പഠിപ്പിച്ചു നോക്കാം. അപ്പൊ അറിയാം. 2 ഇങ്ങോട്ട് വിളിക്കും, 5 അങ്ങോട്ട് പോകും. എന്താണ് അതായത് കോൺസെൻട്രേഷനിലാണോ ഏറ്റവും കൂടുതൽ, അതോ പറഞ്ഞു കൊടുക്കുന്ന മനസ്സിലാക്കിപ്പിക്കാന്നുള്ള സംഭവമാണോ, എഴുതുന്നതിലാണോ, മൊത്തത്തിൽ പ്രശ്നമാണോ? എങ്ങനെയാ അത്? പ്രശ്നമല്ല, കുഞ്ഞു പിള്ളേരല്ല, അപ്പം അവർക്ക് ചെറുപ്പത്തിൽ ഡൗട്ടുകൾ ഒരുപാട് ചോദിച്ചു വരുമായിരിക്കും അല്ലേ? ഇല്ല അവര് PhD കഴിഞ്ഞിട്ടല്ലേ പഠിക്കാൻ പോയേക്കണം. PhD എടുത്തിട്ടാണ് അങ്ങോട്ട് ചെല്ലണം. അവര് പിള്ളേരെ ഡൗട്ട് ചോദിച്ചു വരുമ്പോ ചിലപ്പോ നമ്മളിങ്ങനെ പ്ലിങ് അടിച്ച് നിൽക്കും. ഡൗട്ട് ചോദിക്കുന്നു സാറിന്റെ അടുത്ത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ കിഡ്സിനെ, കിൻഡർ ഗാർഡൻ കിഡ്സിനെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പേഷ്യൻസ് വേണം. അത് എനിക്ക് തോന്നുന്നു ആ ടീച്ചറിനെ കണ്ടറിയാം. എന്തിനും എല്ലാവരും ചിരിച്ചിട്ടാണ് ഉത്തരം തരുന്നത്. എന്റെ എല്ലാം അവസ്ഥ ഭയങ്കര മോശം. 4ാമത്തെ ചോദ്യത്തിൽ എനിക്ക് ദേഷ്യം വരും. കണ്ടോ? ഓൾറൈറ്റ്. അപ്പൊ എന്തായാലും കാട്ടിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി അറിയാം. പുലിയുടെ സെൻസസ് ഒക്കെ എടുക്കാൻ പോയിട്ട് കിടിലുമായിരുന്നു കേട്ടോ ചേട്ടൻ്റെ പെർഫോം. ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ചേട്ടൻ ഓരോ തവണ വന്നു പോയി വരുമ്പോൾ ഞങ്ങൾക്ക് അറിയായിരുന്നു ആ നെക്സ്റ്റ് എൻട്രിയിൽ ഇളക്കി മറിക്കുന്നുണ്ട്. മരത്തിന്റെ കോമഡി എങ്ങനെയുണ്ടായിരുന്നു? ചിരിക്കുന്ന മരം ചിരിക്കുന്ന മരം അതൊക്കെ കിടിലായിരുന്നു. അത് എത്രത്തോളം ബാറ്ററിയിൽ എഫക്ട് ചെയ്തു എന്നുള്ളത് നമുക്കിനി നോക്കണ്ടയോ? ചിരിക്കുന്ന മരം എന്തായാലും ബാറ്ററിയിൽ എഫക്ട് നോക്കാം. ഓക്കെ, കാണാം. കരനിറയെ പണമൊഴുകണ കടി പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി ധൃതതും തനതാളത്തിൽ ഞാൻ കൺഗ്രാറ്റുലേഷൻസ്, 35,000 rupees ആണ് നേടിയിരിക്കുന്നത്. എന്ത് പറ്റിയാലേ ഒരു സന്തോഷമില്ല. ചിരിക്കണ മരം സ്കിറ്റില് ചിരിക്കണ മരമൊന്നും അല്ല. അതെ. അപ്പൊ എന്തായാലും ചേച്ചി പൈസ ഇട്ട് കൊടുത്തു. ക്രെഡിറ്റ്